ന്യൂസ് 16 കേരള. സിംഗപ്പൂരിൽ കോവിഡ് വ്യാപനം വീണ്ടും രൂക്ഷമാകുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം സിംഗപ്പൂരിൽ കോവിഡ് വ്യാപനം വീണ്ടും രൂക്ഷമാകുന്നു. മെയ് 5-നും 11-നും ഇടയിൽ 25,900 പേർക്കാണ് പുതുതായി കോവിഡ് ബാധിച്ചത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മാസ്ക് ധരിക്കാൻ സിംഗപ്പൂർ ആരോഗ്യമന്ത്രി ഓങ് യെ കുങ് അറിയിച്ചു. വീണ്ടും കോവിഡ് വ്യാപനം ആരംഭിച്ചിരിക്കുകയാണ്. 2 മുതൽ 4 ആഴ്ചകൾക്കകം കോവിഡ് വ്യാപനം പാരമ്യത്തിൽ എത്തിയേക്കും. അതായത് ജൂൺ പകുതിയോടെ കോവിഡ് വ്യാപനം അതിന്റെ മൂർധത്തിൽ എത്തിയേക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മെയ് 5 മുതൽ 11 വരെ 25,900 കേസുകൾ പുതുതായി റിപ്പോർട്ട് ചെയ്തത്. മുൻ ആഴ്ച ഇത് 13,700 കേസുകൾ മാത്രമായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ട്. 280 പേരാണ് പുതുതായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. മുൻ ആഴ്ച കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിച്ചവരുടെ എണ്ണം 181 മാത്രമായിരുന്നു. 60 വയസ്സിന് മുകളിലുള്ളവരും മറ്റ് ഗുരുതര രോഗങ്ങൾ ഉള്ളവരും ജാഗ്രത പാലിക്കണം. കഴിഞ്ഞ 12 മാസത്തിനിടെ കോവിഡ് വാക്സിൻ എടുക്കാത്തവർ സുരക്ഷയുടെ ഭാഗമായി അധിക ഡോസ് എടുക്കാൻ മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കോവിഡ് കേസുകൾ ഇരട്ടിയായാൽ ആശുപത്രിവാസം വേണ്ടിവരുന്നവരുടെ എണ്ണം 500 ആകും. ഇത് സിംഗപ്പൂരിന് കൈകാര്യം ചെയ്യാൻ സാധിക്കും. വീണ്ടും ഇരട്ടിയായാൽ ആശുപത്രിവാസം വേണ്ടിവരിക 1000 പേർക്കാണ്. ഇത് സിംഗപ്പൂരിലെ ആരോഗ്യ മേഖലയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.